Hello everyone, welcome to Jupiter Plus 2 Commerce and Humanities channel. It's me, Nafi. നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾക്ക് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഓണം എക്സാം നടക്കും. ഈ കൊല്ലം ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 29 വരെയുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഓണം എക്സാം ഉണ്ടാവും. അപ്പോൾ ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഹ്യൂമാനിറ്റീസിന് ഏതൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും ഓണം എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ കേരളത്തിൽ ആരൊക്കെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓണം എക്സാം പോർഷൻസ് പറയുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഓണം എക്സാമിന് ചോദിക്കുന്നത് ഇത്രയും ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ചോദിക്കുക ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ഓണം എക്സാമിന്. ഇനി നിങ്ങൾ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തെങ്കിൽ മലയാളത്തിൽ ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യും, ഓണം എക്സാമിന് ചോദിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ. ഇനി നമുക്ക് ഹിന്ദിയാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ ഹിന്ദിയിൽ ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഹിന്ദിയിൽ ഓണം എക്സാമിന് ചോദിക്കുന്നത് ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഇനി നിങ്ങൾ അറബിയാണ് സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ അറബിയിൽ ഓണം എക്സാമിന് ചോദിക്കുക ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് അറബിയിൽ നിന്ന് ഓണം എക്സാമിന് ചോദിക്കും. ഇനി നിങ്ങൾ ഉറുദു ആണ് സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ ഉറുദുവിൽ ഓണം എക്സാമിന് ചോദിക്കുക ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഉറുദുവിൽ നിന്ന് ഓണം എക്സാമിന് ചോദിക്കും. ഇനി നിങ്ങൾ സംസ്കൃതമാണ് സെക്കൻഡ് ലാംഗ്വേജ് എങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുക. ഈ ചാപ്റ്റേഴ്സ് ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്തോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ. ഇനി നമ്മൾ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ മൈക്രോ എക്കണോമിക്സ് ആണ് നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ളത്. മൈക്രോ എക്കണോമിക്സിലെ ആദ്യ 4 പാഠങ്ങളാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുക. ഇനി നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ പൊളിറ്റിക്സിൽ 7 ചാപ്റ്റേഴ്സ്, അതായത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ 7 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ ഓണം എക്സാമിന് ചോദിക്കുക. ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് മുതൽ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് വരെയുള്ള 7 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ ഓണം എക്സാമിന് ചോദിക്കുക. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് ബ്രിക്സ് ബീഡ്സ് ആൻഡ് ദി ബോൺസ് തൊട്ടിട്ട് ഭക്തി സൂഫി ട്രഡീഷൻസ് വരെയുള്ള ആദ്യത്തെ 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഓണം എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഹിസ്റ്ററിയിൽ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുക. ഇനി നമ്മൾ സോഷ്യോളജിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്തിനു ചോദിക്കുക, സോഷ്യോളജി ചോദിക്കുക. അപ്പോൾ സോഷ്യോളജിയിലെ ഓണം എക്സാം പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സാണ്. ഇനി നമ്മൾ ജോഗ്രഫിയിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ജോഗ്രഫിയിൽ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫണ്ടമെന്റൽ ഓഫ് ഹ്യൂമൻ ജോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്ക് 1 ഉണ്ട്. ഇന്ത്യ പീപ്പിൾ ആൻഡ് എക്കോണമി എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് 2 ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് 1 1, 2, 3, 4, 5 ടെക്സ്റ്റ് ബുക്ക് 1 5 പാഠങ്ങൾ, അതായത് ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് മുതൽ പ്രൈമറി ആക്ടിവിറ്റീസ് വരെയുള്ള 5 പാഠങ്ങളും ടെക്സ്റ്റ് ബുക്ക് 2 1, 2, 3 അതായത് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ മുതൽ ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ വരെയുള്ള 3ാമത്തെ പാഠം വരെയാണ് നിങ്ങൾക്ക് പ്ലസ് ടു ഓണം എക്സാമിന് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുക. ഇനി നിങ്ങൾ സ്റ്റാറ്റിയാണ് നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്റ്റ് എങ്കിൽ സ്റ്റാറ്റിയിൽ കോറിലേഷൻ അനാലിസിസ് മുതൽ ഡിസ്കേർഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വരെയുള്ള 5 പാഠങ്ങളാണ് നിങ്ങൾക്ക് സ്റ്റാറ്റിയിൽ ഓണം എക്സാമിന് ചോദിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എഡ്യൂപോർട്ട് പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എഡ്യൂപോർട്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സൂപ്പർ ബാച്ച് എന്ന് എനിക്കിത് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓണം എക്സാം നിങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് കാണരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം തന്നെയാണ് ഓണം എക്സാം. ഓണം എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക, ജിലായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.